ഇതിനൊരു സ്പെഷ്യൽ സീക്രട്ട് ഉണ്ട്. ഇത് ഇങ്ങനെ ഓപ്പൺ അപ്പ് ആവുന്ന ടൈപ്പാണ്. പിന്നെ ഇവിടെ പ്രത്യേകമായിട്ട് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ഫോർ മൾട്ടിപർപ്പസ് യൂസ്. ഇത് നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ ഒരു ഫേഷ്യൽ കാർവിംഗ് ആണ്. മഹോഗണി വുഡിലാണ് ചെയ്തേക്കുന്നത്. ഈ ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ അവർക്ക് എവിടെ വേണമെങ്കിലും അവരുടെ ഫോൺ മാറ്റാൻ പറ്റും അവരുടെ ഡെസ്കിൽ. ഇതുപോലെയാണ് നമ്മൾ കീ ചെയിൻസ് കട്ട് ചെയ്ത് എപ്പോക്സി വെച്ച് ഫിനിഷ് ചെയ്ത് റെഡിയാക്കുന്നത്. നമ്മുടെ കേരളത്തിലെ മാർക്കറ്റിൽ അത്രയും കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല. ഇത് ചെസ് ബോർഡ് പോലെ ഇരിക്കുന്നെങ്കിലും ഇത് ചെസ് ബോർഡ് അല്ല, ഇത് കട്ടിംഗ് ബോർഡാണ്. രണ്ട് ഡിഫറെന്റ് ടൈപ്പ് തടികൾ ഒരുമിച്ച് വന്നാണ് ഇത്രയൊരു സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ കട്ടിംഗ് ബോർഡ് ആയി വരുന്നത്. ഇതിനകത്ത് അത്രയും പാട് വരില്ല. അത് മാത്രമല്ല, കണ്ടാൽ നമ്മുടെ കത്തിക്ക് മൂർച്ചയ്ക്ക് ഒട്ടും ഡാമേജ് വരില്ല. ഇത് കേരളത്തിൽ സാധാരണ അത്രയും കോമൺ ആയിട്ട് കാണുന്ന യൂണിറ്റ് അല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും തരുന്ന പീസ് ഇറ്റ്സ് ലോങ് ലാസ്റ്റിംഗ്, ഡ്യൂറബിൾ ആൻഡ് ഇറ്റ് വിൽ സ്റ്റേ വിത്ത് യു ഫോർ യുവർ ലൈഫ് ടൈം. എന്റെ പേര് ജോൺ അലക്സ് സിൻജോ. ഐ എം ദ ഫൗണ്ടർ ഓഫ് ഓഡർ സ്റ്റുഡിയോസ്. ബേസിക്കലി ഐ എം എൻ ആർക്കിടെക്ട്. ഞാൻ കോളേജ് ഓഫ് ആർക്കിടെക്ചർ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് പാസ് ഔട്ട് ആയത്. നമ്മുടെ സ്വന്തം വുഡിൽ ക്രിയേറ്റീവ്, യൂണീക്ക് ആൻഡ് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് റിലീസ് ചെയ്യാനുള്ള ഒരു മോഹം വെച്ചിട്ടാണ് ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയേക്കുന്നത്. ഓൾമോസ്റ്റ് 3 years ആയി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല അക്സെപ്റ്റൻസും ഉണ്ട്. ആൻഡ് വി ബിൻ ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ഓർഡേഴ്സ് വിദേശത്തു നിന്നും നാട്ടിൽ നിന്നും കിട്ടുന്നുണ്ട്. നമ്മുടെ ഫാക്ടറി വരുന്നത് ആയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ്, കൊല്ലം ജില്ലയിൽ. പക്ഷെ നമ്മൾ പാൻ ഇന്ത്യ ഷിപ്പിംഗ് ആണ് ചെയ്യുന്നത്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ പ്രോഡക്ട്സ് കാണാൻ പറ്റും. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ നമ്മുടെ പ്രോഡക്ട്സ് ഓർഡർ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ മൊഹോഗണിയും എപ്പോക്സിയും വെച്ചിട്ടുള്ള വുഡ് എപ്പോക്സി വാൾ ആർട്സ് ആണ്. നമ്മളിത് ഫുള്ളി കസ്റ്റമൈസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇത് വേരിയസ് കളർ ഓപ്ഷൻസ് ഉണ്ട്. ബ്ലാക്ക് ആൻഡ് ഗോൾഡ്, ബ്ലൂ ആൻഡ് ടീക്ക്, മഹോഗണിയുടെ ഫിനിഷ് ഉള്ളതുണ്ട്. വേരിയസ് ഡിസൈൻസ് ഉണ്ട്. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാൻസേഴ്സിന്റെ ആണ്. ഇത് നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ ഒരു ഫേഷ്യൽ കാർവിംഗ് ആണ്. മഹോഗണി വുഡിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഓരോ ഭാഗം ഇങ്ങനെ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് വേറെ വേറെ സ്റ്റെയിനറും വേറെ വേറെ ഫിനിഷാണ്. അതാകുമ്പോഴത്തേക്ക് തലമുടി എവിടെ, മുഖത്തിന്റെ ചായ എവിടെ എല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആനയുടെ രൂപമാണ്. ഇത് നമ്മൾ ആ നല്ല റോയൽ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് കറുത്ത തടിക്കകത്ത് നമ്മുടെ ഗോൾഡൻ എപ്പോക്സിയാണ് ചെയ്തേക്കുന്നത്. സോ ഇപ്പം ഇതിനകത്ത് ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ ആ ഗോൾഡൻ ഷൈൻ കിട്ടുന്ന രീതി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധന്റെ കാർവിംഗ് സെറനിറ്റിയുടെ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഗോൾഡൻ ഇങ്ങനെ ഓരോരോ വര നമുക്ക് പോകുന്ന കൃത്യമായിട്ട് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു എഫക്റ്റ്. അതുപോലെ തന്നെ ഗണപതിയുടെയും. സോ ഇതാണ് നമ്മുടെ ജീസസിന്റെ രൂപം. ഈ ജീസസിന്റെ രൂപത്തിന് ഒരു വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് ട്രാൻസ്പെറൻറ്റ് എപ്പോക്സിയാണ്. സോ ട്രാൻസ്പെറൻറ്റ് എപ്പോക്സി ആകുമ്പോഴത്തേക്ക് ഇതിന്റെ മുന്നിലത്തെയും പുറകിലത്തെയും തടി നല്ല കൃത്യമായിട്ട് കാണാൻ പറ്റും. സോ ആ ഒരു നാച്ചുറൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ചെയ്തേക്കുന്നത്. പുലിയുടെ കണ്ണിന്റെ രീതിയിലുള്ള ഒരു ഡിസൈനാണ്. ഇപ്പം ഇതിന്റെ പച്ചപ്പ് കണ്ട പക്ക നമ്മുടെ കണ്ണിലോട്ട് ഇങ്ങനെ നോക്കുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാൾ ആർട്സ്. സോ നമ്മൾ ഇങ്ങനത്തെ ആണ് ചെയ്യുന്നത് വെൻ ഇറ്റ് കംസ് ടു വാൾ ആർട്സ്. ഇതുപോലത്തെ വാൾ ആർട്സ് മാത്രമല്ല, നമ്മൾ വാൾ പാനലിങ്ങും ചെയ്യുന്നുണ്ട്. മെയിൻലി മഹോഗണി വുഡ് ആൻഡ് എപ്പോക്സി വെച്ചിട്ട്. ഇതാണ് നമ്മുടെ ഓഡർ സ്റ്റുഡിയോസിന്റെ CNC മെഷീൻ. CNC എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആയിട്ടുള്ള കാർവിംഗ് മെഷീനാണ്. ഇതുവഴി നമുക്ക് ഓരോരോ ആർട്ട് പീസ് കാർവ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഫിനിഷ് ചെയ്ത് നിങ്ങൾക്ക് തരാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ റോ വുഡ് പ്രോസസ്സ് ചെയ്ത് ഓരോ ആർട്ട് പീസ് ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിന്റെ നടുക്കാണ്. ഇങ്ങനെയാണ് നമ്മൾ കാർവ് ചെയ്ത് കഴിയുമ്പം വരുന്നത്. പിന്നെ ഫൈനലി പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പം ഈ ഒരു സ്റ്റേറ്റിലാണ് വരുന്നത്. ഏത് രീതിയിലുള്ള കാർവിങ്ങും ചെയ്യാം. ഇതൊരു സാമ്പിൾ മാത്രമേ ഉള്ളൂ. അത് നല്ല ഫിനിഷ്ഡ് ആയിട്ട് ഗ്ലോസി ആയിട്ട് നമുക്ക് ചെയ്ത് തരാമെന്നേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഡർ സ്റ്റുഡിയോസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി യൂണിറ്റാണ്. നമ്മുടെ വാനിറ്റി ബെഡ് സൈഡ് ടേബിൾ എന്ന് പറയും. ടൈറ്റ് സ്പേസ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ്സിലൊക്കെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമലൈസ്ഡ് ഷ്രിങ്ക്ഡ് രീതിയിലുള്ള ഒരു ഫർണിച്ചറാണ്. സോ ബേസിക്കലി അവർക്ക് സ്റ്റോറേജിന് ഉപയോഗിക്കാം, ഇത് അവർക്ക് മേക്കപ്പിന് ഉപയോഗിക്കാം. ആ ഒരു രീതിയിലാണ് നമ്മളത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് നല്ല സ്മോൾ ആയിട്ടും സ്പേസ് സേവിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫർണിച്ചർ പീസാണ്. മടക്കി വരുമ്പം ഇത്രേ വരത്തോളെങ്കിലും നല്ല ഉപയോഗമുള്ള നല്ല മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഫർണിച്ചർ യൂണിറ്റാണ്. ഈ ടേബിൾ എന്ന് പറഞ്ഞാൽ ഓരോ വുഡ് ബീം വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. നമ്മുടെ വിദേശത്തിലുള്ള യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന ടൈപ്പുള്ള ഫർണിച്ചറാണ്. ബേസിക്കലി നല്ല വലിയ 6 inch by 6 inch റൗണ്ട് ആയിട്ടുള്ള തടിയുടെ ഓരോരോ കഷ്ണം എടുത്ത് ഇൻഡിവിജ്വൽ ആയിട്ട് ഉണ്ടാക്കിയേക്കുന്ന. ഇത് സ്റ്റേഡിയാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ഇത് കണ്ട ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടറുമാണ്. ഇത് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി യൂണിറ്റ് ആണ്. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വുഡ് എപ്പോക്സി ടേബിൾ ടോപ്സ്, ഫോളൻ ട്രീസ് വെച്ചിട്ടുള്ള വാട്ട് പീപ്പിൾ കനോട്ട് യൂസ്, വി ടേക്ക് ഇറ്റ് ആൻഡ് വി പുട്ട് എപ്പോക്സി ഇൻ ദ മിഡിൽ ടു ക്രിയേറ്റ് ദീസ് ബ്യൂട്ടിഫുൾ റിവർ പോലെ ഇരിക്കുന്ന ടേബിൾസ്. ഇത് നമുക്ക് ഡൈനിങ് ടേബിളിൽ ചെയ്യാൻ പറ്റും, നമുക്ക് വർക്ക് ടേബിളിന് ചെയ്യാൻ പറ്റും, നമുക്ക് ഈവൻ കിച്ചൺ കൗണ്ടർ ടോപ്പ് സ്ലാബിനും ചെയ്യാൻ പറ്റും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജസ്റ്റ് കുറച്ച് സാമ്പിൾ യൂണിറ്റ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇതുപോലെ കസ്റ്റമായിട്ട് റിക്വയർമെൻറ്റ് പ്രകാരമുള്ള ഫർണിച്ചർ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് റെഡിമെയ്ഡ് പീസസ് ആർ അവൈലബിൾ ഓൺ അവർ വെബ്സൈറ്റ്. ഇതുപോലത്തെ പീസസ് മൊത്തം നമുക്ക് പാൻ ഇന്ത്യ ഷിപ്പിംഗ് ആണ്.
പാൻ ഇന്ത്യ ഷിപ്പിംഗ് മാത്രമല്ല പാൻ ഇന്ത്യ സർവീസ് ആൻഡ് പാൻ ഇന്ത്യ ഡെലിവറി. നമ്മുടെ നല്ല റെഗുലറായിട്ട് മൂവിങ് ആയിട്ടുള്ള പീസാണ് നമ്മുടെ കീ ചെയിൻസ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വുഡും എപ്പോക്സി വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. സോ ബേസിക്കലി ഈ ഭാഗം എന്ന് പറഞ്ഞാൽ മൊത്തം മഹോഗണി തടി വെച്ചും ഇതിൻ്റെ അകത്തുള്ള ഭാഗം മൊത്തം എപ്പോക്സി വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. വേറെ വേറെ ഷേപ്സ് ആൻഡ് സൈസസ് ആൻഡ് വേറെ വേറെ കളർ ഓപ്ഷൻസ് ഉള്ളതാണ്. നമ്മൾ ഇത് മാത്രമല്ല, നമ്മൾ ഫോർ കോർപ്പറേറ്റ്സ് ആൻഡ് കമ്പനീസ് അവരുടെ ലോഗോ അടിച്ചും ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വുഡ് എപ്പോക്സി വെച്ചിട്ടുള്ള ഹാൻഡിൽസ് ആണ്, പ്രത്യേകിച്ച് വാർഡ്രോബിനും കിച്ചൺ ക്യാബിനറ്റ്സിനും വേണ്ടിയിട്ട്. സോ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് വേറെ വേറെ ഫിനിഷിൽ ചെയ്യാം. ഓക്ക് ആണെങ്കിൽ ഓക്ക്, തേക്കാണെങ്കിൽ തേക്ക്, മഹോഗണി ആണെങ്കിൽ മഹോഗണി ആൻഡ് മൾട്ടിപ്പിൾ ഡിസൈൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ കേരളത്തിലെ മാർക്കറ്റിൽ അത്രയും കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല. അത് മാത്രമല്ല, നമ്മൾ നല്ല യുണീക്കായിട്ടും ആർട്ടിസ്റ്റിക് ആയിട്ടും ഹോം സെല്ലിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 4 ഇഞ്ച് ബൈ 2 ഇഞ്ചിൻ്റെ ഒരു വാർഡ്രോബ് ഹാൻഡിലാണ്. ഇതെന്ന് പറഞ്ഞാൽ വുഡും എപ്പോക്സി വെച്ചിട്ടാണ്. ഈ വുഡ് എന്ന് പറഞ്ഞാൽ മഹോഗണിയാണ്. ഈ സെൻറ്റർ പോർഷൻ ഭാഗം എന്ന് പറഞ്ഞാൽ എപ്പോക്സിയാണ്. ഇത് നമുക്ക് ബ്ലാക്കിലും ചെയ്യാം, ഗോൾഡ് കളറിലും ചെയ്യാം, റെഡ്, ഗ്രീൻ, ബ്ലൂ ഓപ്ഷൻസ് ഉണ്ട് അക്കോർഡിംഗ് ടു നിങ്ങളുടെ ഇന്റീരിയർ ഉള്ള ഡിസൈൻ പ്രകാരം. ഇത് നമ്മുടെ ഒരു ഹൈലൈറ്റ് ഡിസൈൻ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് തടിയും ഗോൾഡൻ കളർ എപ്പോക്സി വെച്ചിട്ടുള്ള ഇത് നല്ല റോയലും റീഗൽ എഫക്റ്റിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസാണ്. നമ്മുടെ കിച്ചൻ്റെ ഹാൻഡിൽസിനകത്ത് വേരിയസ് കളർ ഓപ്ഷൻസ് ഉണ്ട്, വുഡിൻ്റെ ഫിനിഷ് ഓപ്ഷൻസ് ഉണ്ട്, ആൻഡ് അതുപോലെ തന്നെ കറുപ്പും ഗോൾഡിൻ്റെ ഫിനിഷുള്ള നല്ല റോയൽ ആൻഡ് റീഗൽ ഫിനിഷ് ആയിട്ടുള്ള ഓപ്ഷൻസും ഉണ്ട്. സോ ഈ കർവ്ഡ് എഫക്റ്റ് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ CNC-ക്കകത്ത് കാർവ് ചെയ്ത് ഈ ഒരു ഷേപ്പ് നമ്മൾ കാർവ് ചെയ്തിട്ടാണ് ഇത് ഫിനിഷ് ചെയ്ത് വന്നേക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ, പക്ഷെ ഒരു വേറെ പ്രത്യേക ഒരു രീതിയിൽ നമ്മൾ കാർവ് ചെയ്തിട്ട് ഈ റൗണ്ട് ഓവർ വന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അതേ ഈ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഈ ഒരു വേവ്സ് ഉണ്ടല്ലോ, ആ വേവ്സിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാർവ് ചെയ്തെടുത്തേക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റെക്ടാങ്കുലർ ഹാൻഡിലിനകത്ത് നമ്മുടെ സ്ട്രെയിറ്റ് ഗ്രൂവ്സ് അടിച്ചിട്ട് പക്ക നല്ലൊരു ക്ലാസി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ മാത്രമല്ല, നമുക്ക് വേറെ ഏറെക്കുറെ ഓപ്ഷൻസ് ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കസ്റ്റമായിട്ട് നിങ്ങളുടെ റിക്വയർമെന്റ് പ്രകാരം നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് 2 രീതിയിലാണ് നമ്മുടെ ഈ പ്രോഡക്ട്സ് ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്. പ്രിഡോമിനൻ്റ്ലി നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ അവർക്ക് നേരെ അവർ കിച്ചൺ ഡിസൈൻ ചെയ്തതിൻ്റെ ശേഷം അവർക്ക് ഓർഡർ ചെയ്ത് നേരെ ഫിക്സ് ചെയ്യാം. അല്ലെങ്കിൽ ദേ ക്യാൻ അപ്രോച്ച് ദർ ആർക്കിടെക്ട്സ് ആൻഡ് ഹാവ് ദം സപ്ലൈഡ് ഫ്രം അസ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഗോ അടിച്ചേക്കുന്ന ഒരു ഡെസ്ക് ഓർഗനൈസറാണ്. ഇത് മഹോഗണി വുഡ് വെച്ചിട്ട് നമ്മുടെ ഓക്ക് ഫിനിഷാണ് ചെയ്തേക്കുന്നത്. ഇത് ഓരോ സ്ലോട്ട് പറഞ്ഞാൽ പേന വെക്കാനുള്ളതും, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ട് പാഡും അതുപോലത്തെ സാധനങ്ങൾ വെക്കാനുള്ളതും. ഈ ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അവർക്ക് എവിടെ വേണമെങ്കിലും അവരുടെ ഫോൺ മാറ്റാൻ പറ്റും അവരുടെ ഡെസ്കിൽ. അതുപോലെ തന്നെ തിരിച്ച് ഈ ഡെസ്ക് ഓർഗനൈസറിലോട്ട് തന്നെ സ്ലോട്ട് ഇൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമ്മുടെ ലോഗോ മാത്രമല്ല, നിങ്ങളുടെ ലോഗോ ആയിട്ട് ഇട്ട് മാനുഫാക്ചർ ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ വേറൊരു പ്രോഡക്റ്റാണ്, നമ്മുടെ എൻഡ് ഗ്രെയിൻ കട്ടിംഗ് ബോർഡ് എന്ന് വിളിക്കും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന ടൈപ്പിലുള്ള ഒരു കട്ടിംഗ് ബോർഡല്ല, നമ്മൾ പുറത്ത് വിദേശത്തിൽ ഷെഫ്സ് ഉപയോഗിക്കുന്ന ടൈപ്പിലുള്ള കട്ടിംഗ് ബോർഡാണ്. ഈ അറ്റം കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തടിയുടെ ഓരോരോ മുട്ടത്തിൻ്റെ ഭാഗമാണ്. സോ നമ്മൾ ഇതിലോട്ട് വെട്ടുമ്പോഴത്തേക്ക് ഇതിലോട്ടും ഹാം വരില്ല, നിങ്ങളുടെ കത്തികളും നല്ല സേഫ് ആയിട്ടിരിക്കും. പിന്നെ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൊത്തം ഹാർഡ്വുഡ് വെച്ച, ഇതെന്ന് പറഞ്ഞാൽ മഹോഗണിയുടെ തടിയ, ഇതെന്ന് പറഞ്ഞാൽ ഈട്ടി വെച്ചിട്ടാണ്. ഈ സൈഡ് കാണുന്നതെന്ന് പറഞ്ഞാൽ തേക്ക് വെച്ചാണ്. നമ്മുടെ കട്ടിംഗ് ബോർഡിന് 3 സൈസാണ് വരുന്നത്: ലാർജ്, മീഡിയം ആൻഡ് സ്മോൾ സൈസ്. ഇതിനകത്ത് കട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് എത്ര വെട്ടിയാലും ഇതിനകത്ത് അത്രയും പാട് വരില്ല. അത് മാത്രമല്ല, കണ്ടാൽ നമ്മുടെ കത്തിക്ക് മൂർച്ചയ്ക്ക് ഒട്ടും ഡാമേജ് വരില്ല. സോ നമുക്ക് ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് സാധാരണ ആകുമ്പോഴത്തേക്ക് ഇതിന് കത്തി ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ മൂർച്ച പോകും. പക്ഷേ നമ്മൾ ഈ നാരിൻ്റെ എതിരെ ആകുമ്പം നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ ഈ ജ്യൂസൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകി താഴോട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇതാകുമ്പോഴത്തേക്ക് ഈ ജ്യൂസ് ഗ്രൂവിനകത്താണ് മൊത്തം വീഴുന്നത്. അത് നമുക്ക് പിന്നെ മാറ്റി വൃത്തിയാക്കാൻ പറ്റും നല്ല ക്ലീൻ ആയിട്ട്. നമ്മളിവിടെ ഓർഡർ സ്റ്റുഡിയോസിൽ ചെയ്യുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫർണിച്ചർ എല്ലാം ട്രീറ്റഡും കിൽ ഡ്രൈഡുമാണ്. സോ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കിൽ യൂണിറ്റാണ്. കിൽ യൂണിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ തടി വെച്ച് ഉണക്കി ട്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ തടിക്കുള്ള ലൈഫ് നല്ലോണം കൂടും. ഇത് കേരളത്തിൽ സാധാരണ അത്ര കോമൺ ആയിട്ട് കാണുന്ന യൂണിറ്റ് അല്ല. കിൽ ഡ്രൈയിങ്ങിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഒരു വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു തടി വെട്ടുമ്പം അതിനകത്ത് ഏകദേശം 80% വെള്ളത്തിൻ്റെ കോണ്ടന്റ് ഉണ്ട്. സോ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുറത്തെടുത്ത് വെച്ച് ഉണക്കി അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ആകെ കൂടെ ഒരു 24% വരെ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഈ കില്ലിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് തടി വെക്കുമ്പോഴത്തേക്ക് വി ക്യാൻ ഡ്രോപ്പ് ദാറ്റ് ഡൗൺ ടു 8%. സോ സാധാരണ നമ്മൾ ഈ നാച്ചുറലായിട്ട് ഉണക്കുമ്പം ഈ തടി വളയാനും ഡിഫോർമിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്.
സോ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് വി ആർ ഏബിൾ ടു അവോയ്ഡ് ദാറ്റ് എൻറ്റയർലി. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ദാറ്റ് നമ്മുടെ ഓരോരോ പ്രോഡക്ട്സിന് ഇങ്ങനെ ഒരു ഡിഫോർമിറ്റി വരാനുള്ള ചാൻസേ ഇല്ല. ഇറ്റ്സ് ലോങ് ലാസ്റ്റിംഗ്, ഡ്യൂറബിൾ ആൻഡ് ഇറ്റ് വിൽ സ്റ്റേ വിത്ത് യു ഫോർ യുവർ ലൈഫ് ടൈം. സോ നമുക്കുള്ള പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ വുഡും എപ്പോക്സി വെച്ചിട്ടുള്ള കീ ചെയിൻസ്, വാൾ ആർട്സ് ആൻഡ് ഫർണിച്ചറാണ്. അതിനൊപ്പം കട്ടിംഗ് ബോർഡും നമ്മുടെ ഡെസ്ക് ഓർഗനൈസറും ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ നമ്മുടെ ലോഗോയിലും ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്രാൻഡിലും ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ ബാക്കിയുള്ള ആൾക്കാരുടെ ലോഗോയും ബ്രാൻഡും അടിച്ചും ചെയ്യുന്നുണ്ട്. കീ ചെയിൻസും കട്ടിംഗ് ബോർഡ്സും നമ്മുടെ വാൾ ആർട്സ് പോലത്തെ പ്രോഡക്ട്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഓൺ ഓർഡറാണ്. ബേസിക്കലി വെൻ യു ഓർഡർ നമ്മൾ നിങ്ങൾക്ക് നേരെ ഷിപ്പ് ചെയ്ത് തരും. നമ്മുടെ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ മെയ്ഡ് ടു ഓർഡറാണ്. സോ വെൻ യു ഓർഡർ ടു അസ്, നമ്മൾ അത് പ്രകാരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് മാനുഫാക്ചർ ചെയ്ത് തരും. നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണെങ്കിലും നമ്മുടെ ഓരോ പീസും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ കീ ചെയിൻസ് ആണെങ്കിൽ ഒരു 250, നമ്മുടെ വാൾ ആർട്സ് ആണെങ്കിലും 750 തൊട്ടാണ് തുടങ്ങുന്നത്. നമ്മുടെ ഫർണിച്ചർ ഉൾപ്പെടെ നമ്മൾ എയിം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ല അഫോർഡബിളും നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ തരാനാണ്. നമ്മുടെ പ്രോഡക്ട്സിൻ്റെ എല്ലാം ഡീറ്റെയിൽസും പ്രൈസും നമ്മുടെ വെബ്സൈറ്റിൽ ഈസിലി ആക്സസിബിൾ ആണ്. നമ്മുടെ വെബ്സൈറ്റ് പറഞ്ഞാൽ www.o-desk.in.